ആദ്യമായി കൃപാസനം അൾത്താരയിൽ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ മൂന്നാമതും സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് കൃപാസന മാതാവിന് തിരുക്കുമാനും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം ഇടവക അംഗമാണ്. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. എനിക്ക് ബാക്ക് പെയിൻ, അതായത് ഡിസ്കിന് തേയ്മാനുള്ളത്, മുട്ടിൻ്റെ കുഴ തെറ്റിയത്. അപ്പം അത് മാതാവ് തന്നെ മുട്ടിൻ്റെ കുഴയ്ക്ക് ശരി ഓപ്പറേഷൻ അത് മാറ്റി തന്നു. അപ്പോൾ എനിക്ക് 1 കിലോമീറ്റർ പോലും നടക്കാനോ നിൽക്കാനോ പറ്റില്ല. ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് റാലിയിൽ ഫുൾ ജപമാല റാലിയിൽ ഫുൾ കൃപാസന അൾത്താരയിൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മുല്ലപ്പൂവിൻ്റെ മണം വന്നു. അപ്പോൾ മണം വന്നപ്പോൾ പുലർച്ചെ സമയത്തിൽ എവിടെയെങ്കിലും മുല്ലപ്പൂ വിരിഞ്ഞതാവെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച സമയത്ത് തന്നെ ഭയങ്കര ശക്തിയായൊരു കുത്തൽ മണം. അപ്പം ഞാൻ എൻ്റെ കൂടെ നാത്തൂനോട് ഇടി മുല്ലപ്പൂ മണ്ണെടുക്കണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് തോന്നി മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് എന്നെ ഇവിടെ പല സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു വണ്ടി ഉണ്ട് ചേച്ചി പൊക്കോന്ന്. ഞാൻ പറഞ്ഞല്ല, എന്നെ മാതാവ് ഇവിടെ തന്നെ എത്തിച്ചു. അങ്ങനെ എന്നെ ആയിരങ്ങളുടെ ജപമാല അക്കൗണ്ടുള്ള ആ അക്കൗണ്ടിൽ എനിക്കും ആ അക്കൗണ്ട് ഒന്ന് തുടങ്ങാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമതായി എൻ്റെ മകനാണ് ഫെർഡിൻ. അവന് 25 വയസ്സാണ്. അവന് കഴിഞ്ഞ ഡിസംബറിൽ യോഗ ചെയ്തതാണ്. പെട്ടെന്നൊന്ന് കുമ്പിട്ടപ്പോൾ എളി പിടിച്ചു എന്നാണ് തോന്നിയത്. വേദന കുറയാണ്ടായപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടു. തൃശ്ശൂർ, എറണാകുളം ജില്ലയിലെല്ലാം ഒരുവിധം എല്ലാ സർജന്മാരെയും അവർ പറഞ്ഞ് നെർവിൻ്റെയാണ്, ന്യൂറോ സർജന്മാർ കണ്ട് അവർക്കൊക്കെ ഒന്നേ പറയാനുണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ. ഇത്രയും ചെറുപ്പത്തിൽ നട്ടെല്ലാം ഓപ്പറേഷൻ ചെയ്ത് കിടക്കാൻ പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടേക്ക് ലൈറ്റേക്ക് എൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ 8ാമത്തെ പുതുക്കൽ ഞാൻ മാതാവിൻ്റെ ജനനത്തിനാളുടെ അന്ന് വന്നു. അതിനുശേഷം ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇനി 3 മാസം കഴിഞ്ഞിട്ട് വേണ്ടേ പുതുക്കൽ. അപ്പം ഞാൻ 9ാമത്തെ പുതുക്കലിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛനെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ ഒന്നും പറ്റില്ലെങ്കിൽ എനിക്ക് മെസ്സേജെങ്കിലും എടുക്കാം, ഓപ്പറേഷൻ ചെയ്യണോ ചെയ്യേണ്ടത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു അച്ഛനെ കാണാൻ പറ്റില്ല, ഫോൻ്റെ ഫോട്ടോ വേണം. ഞാനപ്പോൾ അതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ നിന്ന് മാതാവിനെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മോനെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാനിവിടുന്ന് കരഞ്ഞു പോയി. പിറ്റേ ദിവസം അവന് വീട്ടിൽ 2 നേരം വേദനയ്ക്ക് ഡ്രിപ്പിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും അവന് നിൽക്കാൻ പറ്റില്ല, വേദനയായിട്ട് കിടക്കും. പിറ്റേ ദിവസം സ്വിച്ച് ഇട്ടോളം വേദന മാറി. എൻ്റെ 9ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പം പുതുക്കൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു. ഞാനിവിടെ ആദ്യം ഉടമ്പടി തുടങ്ങുമ്പോൾ 3 മാസത്തേക്കുള്ള കാര്യമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ 9ാമത്തെ പുതുക്കൽ, ഇപ്പോഴത്തെ എൻ്റെ ആദ്യത്തെ നിയോഗം, എൻ്റെ ജീവിതാന്ത്യം വരെ മാതാവിൻ്റെ ഉടമ്പടിയിൽ വളരാനും നിലനിൽക്കാനും എന്നെ അനുവദിക്കണം എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ആദ്യത്തെ നിയോഗം തന്നെ. അത് കഴിഞ്ഞ് എൻ്റെ 3ാമത്തെ അനുഗ്രഹം, എൻ്റെ കാലിൽ നീര് വന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ്, ഇപ്പോൾ SGBT വളരെ 153 ആയി. അപ്പോൾ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇനി ലിവർ ഇലാസ്റ്റിക് ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ട്, അപ്പോൾ അത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ആവും എന്നുള്ളതിലാണ് എല്ലാവരും. ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുകൊണ്ട് എന്ന് മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് അങ്ങനെ ടെസ്റ്റിന് കയറി വന്നപ്പോൾ ഒരു മാറ്റമില്ല, ഗ്രേഡ് അങ്ങനെ തന്നെ നിൽക്കുന്നു. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 3ാമത് പറയുന്നത്, എൻ്റെ കൈയിൻ്റെ റിസ്റ്റിൻ്റെ അവിടെ നടുക്കിൽ ഞരമ്പിൻ്റെ അവിടെ ഭയങ്കര വേദന, അത് ഫാറ്റ് കൂടിയിട്ട് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അവിടെ അത് ഓപ്പറേഷൻ ചെയ്യണം. എൻ്റെ ചേച്ചിക്ക് അങ്ങനെ ചെയ്തതിൻ്റെ ഓപ്പറേഷൻ ചെയ്യണം. അപ്പം ഞാൻ ദൈവം ഇനി കൈ ഓപ്പറേഷൻ ചെയ്തിരിക്കും. അപ്പം ഞാൻ എന്നും പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവിടെ തൈലം തേച്ച് പ്രാർത്ഥിക്കും. അറിയാതെ തന്നെ ആ വേദന പോയി. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിന് ഒരു പൊതുസ്ഥാപനമാണ്, അതിൽ ലാബേഴ്സ് ഒരു യൂണിയൻ ചേർന്നു. അപ്പോൾ അതുവരെ ഞങ്ങളൊരു 37 കൊല്ലമായിട്ടുള്ള സ്ഥാപനമാണ്. ഞങ്ങൾ ഒരു വളരെ സ്നേഹത്തിലാണ് പണിക്കാർ. അപ്പോൾ ഭയങ്കര വിഷമമായി, മാതാവി ഇനി എന്ത് ചെയ്യും. പക്ഷെ ഞാൻ അന്ന് ലൈറ്റേക്ക് എൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ ഇത്രയായിട്ട് യാതൊരു മാറ്റില്ല. അന്ന് നേതാക്കൾ വന്ന് ലെറ്റർ തന്നു, അത്ര മാത്രമേ ഉള്ളൂ. മാതാവെല്ലാം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. 7 കെട്ട് പത്രം മേടിക്കും. എല്ലാവർക്കും, പണിക്കാർക്കും യൂണിയൻകാർക്കും റോട്ടിൽ പോകുന്നവർക്കും പള്ളികളിലും എല്ലാം കൊടുത്ത് തീർക്കും. പിന്നെ ഇപ്പോൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം 30 പൊതിച്ചോറ് പൊതിഞ്ഞ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പോകുന്ന വഴിയരികളിൽ എല്ലാവർക്കും കൊടുത്ത് തീർക്കും. പിന്നെ ജീവിതത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന ഞങ്ങൾ മുടക്കാറില്ല. പിന്നെ എല്ലാ 15 ദിവസം കൂടും കുമ്പസാരിക്കും. പിന്നെ വീട്ടിൽ കുർബാന പ്രാർത്ഥന ചെല്ലുക എന്ന് പറഞ്ഞാൽ
അത് മുടക്കുന്ന ഒരു കാര്യം. മറ്റേത് അത് എപ്പോഴെങ്കിലുമൊക്കെ ഇതൊരു ദിവസം പോലും മുടക്കാറില്ല. ബൈബിൾ വായന എന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ വായിക്കുക, പണ്ടൊക്കെ ഒരു കാരണം പോലെ ഇതിപ്പോൾ അതല്ല. അത് വായിക്കുന്നതിൽ വളരെ സന്തോഷത്തോടെ വായിക്കും. ഇന്ന് എനിക്ക് 54 വയസ്സായി. ഞാൻ 2022 ഉടമ്പടി എടുത്തത്, മെയ് മാസത്തിൽ. ഇപ്പോൾ ഈ 3 കൊല്ലമാകുമ്പോൾ ഞാൻ 3 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞു. ഇപ്പം 4ാമത്തെ തീരാറേ. ഈ 54 കൊല്ലം ഉണ്ടായിട്ട് ഞാൻ വായിച്ചില്ല. ഈ ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ സുവിശേഷം വായിക്കുന്നത്. അങ്ങനെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയും. കൃപാസന മാതാവിൻ്റെ കൃപയാൽ എനിക്ക് ബ്രസ്റ്റിന് ഒരു കല്ലപ്പും വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 കൊല്ലം മുമ്പ് മാമോഗ്രാം ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ അവർ സ്ക്രീനിങ് ഒക്കെ നടത്തി 6 മാസം കൊണ്ട് ചെക്ക് ചെയ്തോളം പറഞ്ഞു. ഇപ്പം നേരത്തെ പോയത് എൻ്റെ അനിയത്തിയാണ്, 4th kg ക്യാൻസറാണ്. അപ്പോൾ അത് കാരണം ഇനി എന്തെങ്കിലും പോയി വല്ലതും പറയുമല്ലോ പിടിച്ച് ഞാൻ ആരോടും വേദനയും കല്ലപ്പൊന്നും പറഞ്ഞില്ല. പക്ഷെ എല്ലാ ദിവസവും ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥിച്ചില്ല, തൈലം തേക്കും. അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഒരു വേദനയുമില്ല, കല്ലപ്പൂല്ല. മാതാവിന് കോടാനുകോടി നന്ദി. വിലാപങ്ങൾ 3:49-50 തിരുവചനങ്ങൾ. എൻ്റെ കണ്ണീർ അവിരാമം പ്രവഹിക്കും, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നതുവരെ അത് നിലയ്ക്കുകയില്ല. മിനി പോൾ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ സൗഖ്യാനുഭവങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരിയുടെ മകനുണ്ടായ ഡിസ്കിൻ്റെ വലിയ വേദന, അതിൻ്റെ നടക്കുവാൻ പോലും ആവാത്ത വിധം ക്ലേശം അനുഭവിച്ച നാളുകളിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും കുരിശടയാളം വരച്ച് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ മകന് ലഭിച്ച പൂർണ്ണമായ സൗഖ്യത്തെ സഹോദരി സാക്ഷ്യപ്പെടുത്തി. സഹോദരിക്ക് അതുപോലെ തന്നെ ബ്രസ്റ്റിനുണ്ടായ തടിപ്പ് അത് പരിശോധനയിൽ അത് വീണ്ടും 6 മാസം കഴിഞ്ഞ് പരിശോധിച്ച് തുടർ ചികിത്സയിലേക്ക് പോകണമെന്ന നിർദ്ദേശം നൽകുന്നു. എന്നാൽ അതും 6 മാസം കഴിഞ്ഞുള്ള പരിശോധനയിൽ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടതായിട്ട് ഡോക്ടർമാർ അത് മകളെ അറിയിക്കുന്നു. അത് തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് അത് ചുടുവെള്ളത്തിനുള്ളിൽ സേവിക്കുകയും ചെയ്തതിലൂടെ എന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ സ്പർശനത്താൽ ഏത് ക്ലേശത്തിൽ നിന്നും എന്നെ വിടുവിക്കും എന്ന മകളുടെ പ്രത്യാശയുള്ള പ്രാർത്ഥനയാണ് ആ രോഗസൗഖ്യത്തിന് കാരണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, കൈത്തണ്ടയിലുണ്ടായിരുന്ന റിസ്റ്റിനുണ്ടായിരുന്ന വലിയ വേദനകൾ, അത് വണ്ണം കൂടുന്നത് കൊണ്ട് സംഭവിച്ച വിഷയമാണെങ്കിലും അതും ഇതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് നേർച്ച വസ്തുക്കൾ പ്രയോഗിച്ച് സൗഖ്യപ്പെട്ടതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏതൊരു രോഗത്തെയും മരുന്നിനും ലേപനത്തിനും സൗഖ്യപ്പെടുത്തുവാനാവാത്തത് ദൈവശക്തിയാൽ ദൈവശരണപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി അത് സാധിച്ചു തരുവാൻ കൃപാസന മാതാവ് തൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേക കൃപയാൽ നമ്മളെ സഹായിക്കുന്നു. അതാണ് എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും ഡോക്ടർമാർ കൈയൊടിഞ്ഞ രോഗങ്ങളിൽ പോലും ഈ ആലയത്തിൽ കൊണ്ടുവന്ന അമ്മയെ ഒരു നോക്ക് കാണിച്ച് ജോസഫച്ചൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ സൈത്തഭൂഷിയുള്ള ബലപ്പെടുത്തലിലൂടെ ഓരോ ദിനവും ഈ അൾത്താരയിൽ പറയുക, രോഗം സൗഖ്യപ്പെട്ടുവെന്ന്. മരണത്തോളം എത്തിയ അപകടകരമായ അവസ്ഥയിൽ നിന്നും എൻ്റെ അമ്മ മാതാവ് കൈപിടിച്ച് ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് എന്നെ തിരികെ കൊണ്ടുവന്നുവെന്ന്. ദൈവത്തിൻ്റെ ശക്തി ഇന്നും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പ്രവർത്തിക്കുന്നു. അത് അനുഗ്രഹമാകുന്നു. അത് ആരോഗ്യമായി അവരുടെ ജീവിതത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്താൽ ഇന്നത് വളരെ വേഗത്തിൽ ഓരോരുത്തരും അമ്മയെ സമീപിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി കൊടുക്കുന്നതിന് അമ്മ നമുക്ക് വേണ്ടി ഏറ്റവും സുശക്തമായ മധ്യസ്ഥയായി മാറുകയും ചെയ്യുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ സൗഖ്യാനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.